party are swollen with frustrated workers. ചലച്ചിത്രത്തിന് സെറ്റൊരുക്കുക എന്ന പ്രവൃത്തിയുടെ പരിശീലനമെന്ന ആശയത്തെ സാമൂഹിക പ്രവർത്തനവുമായി കൂട്ടിയിണക്കാൻ ഞങ്ങൾ കണ്ടെത്തിയ ഒരവസരം നിലമ്പൂരിൽ നടന്ന ജ്യോതിർഗമയ ഘോഷയാത്രയായിരുന്നു. ആദിവാസികൾക്ക് അവരുടെ ഭാഷയിലൂടെ അക്ഷരജ്ഞാനമെന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലമ്പൂർ SD കോളനിയിലെ ആദിവാസികളെ പങ്കെടുപ്പിച്ച് ഒരു ഫ്ലോട്ട് ചലച്ചിത്രവേദി പ്രവർത്തകർ തയ്യാറാക്കി. അതിനായി ദ്രവിച്ച പറമ്പുകളും മറ്റും ഉപയോഗിച്ച് തുറന്നിട്ട വാനിൽ ആദിവാസി ചാള കെട്ടിയുണ്ടാക്കി. വീട് എന്നല്ല, ചാള എന്ന പദം ഉപയോഗിച്ച് വേണം അതുപയോഗിക്കുന്നവരിൽ അക്ഷരജ്ഞാനമുണ്ടാക്കാൻ എന്നതായിരുന്നു ഫ്ലോട്ടിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ആശയം. നൈസർഗിക ഭാഷയിലൂടെ അക്ഷരജ്ഞാനം എന്ന പ്ലക്കാർഡോടെ ഫ്ലോട്ട് അവതരിപ്പിക്കപ്പെട്ടു. ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിനി ചുറ്റിനും ഇരുന്ന ആദിവാസികൾക്ക് അക്ഷരജ്ഞാനം പകർന്നു നൽകുന്ന അധ്യാപികയായി വാഹനത്തിൽ നിലകൊണ്ടു. കൂടാതെ ജ്യോതിർഗമയ പരിപാടിയിൽ പങ്കെടുത്ത VK ശ്രീരാമനെ പോലുള്ള ചലച്ചിത്ര പ്രവർത്തകരെ ഞങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ വിശദാംശവും വിദ്യാർത്ഥികളുടെ ചലച്ചിത്ര നിരൂപണങ്ങളോടെ ഒരു കൊച്ചു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. കലാലയ ചലച്ചിത്രവേദി എന്ന് പേരിട്ട പ്രസ്തുത പുസ്തകം കേരളത്തിലെ മിക്കവാറും എല്ലാ സാംസ്കാരിക പ്രവർത്തകർക്കും പ്രസിദ്ധീകരണങ്ങൾക്കും അയച്ചുകൊടുത്തു. ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ MA ബേബി തിരക്കുകൾക്കിടയിലും പ്രസ്തുത പുസ്തകത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കി ഞങ്ങളെ അഭിനന്ദിച്ചു. ബഹുമാന്യനായ ഹയർ സെക്കൻഡറി ഡയറക്ടർ ശ്രീ V കാർത്തികേയൻ നായർ ഈ ചലച്ചിത്ര പ്രവർത്തനത്തെ ഒരു ചടങ്ങിൽ വെച്ച് അഭിനന്ദിച്ചത് ഞങ്ങൾക്ക് അവിസ്മരണീയമായി. ചലച്ചിത്രവേദി എന്ന ഞങ്ങളുടെ പുസ്തകം കൈപ്പറ്റിയ മലയാള മനോരമയാണ് ഏറ്റവും വലിയ പ്രോത്സാഹനം ഞങ്ങൾക്ക് നൽകിയത്. ചലച്ചിത്രവേദിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു റിപ്പോർട്ട് ലോകമെങ്ങുമുള്ള മലയാളികളുടെ കൈകളിലേക്ക് മനോരമയുടെ യുവ എന്ന പേജിലൂടെ എത്തിച്ചേർന്നത് ഈ വിദ്യാലയത്തിലെ ചലച്ചിത്ര കൂട്ടായ്മയ്ക്കുള്ള വലിയൊരു അംഗീകാരമായി. ഇനി കലാലയ ചലച്ചിത്രവേദിയുടെ ഹ്രസ്വചിത്രമായ മാറ്റത്തെക്കുറിച്ച്. മാറ്റം ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ അധ്യാപകരും അനധ്യാപകരുമായ ഒട്ടനവധി പേരുടെ സാന്നിധ്യത്തിലൂടെ രൂപം കൊണ്ട ഒരു സൃഷ്ടിയാണ്. തിരക്കഥയും ക്യാമറയും ഉൾപ്പെട്ട പല പ്രവർത്തനങ്ങളും നടത്തിയിരിക്കുന്നത് മുഖ്യമായും വിദ്യാർത്ഥികൾ തന്നെയാണ്. തിരക്കഥയുടെ ആദ്യ രചന നടത്തിയിരിക്കുന്നത് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയായ റംസീനയും ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് കൊമേഴ്സ് വിദ്യാർത്ഥിയായ ജസീം ഹമീദുമാണ്. കഥാപാത്രങ്ങൾക്കായി വെളുത്തു തുടുത്തവരെ നോക്കി തിരഞ്ഞെടുക്കുക, അല്പം കറുപ്പ് നിറമുള്ളവരെ തന്നെ വീണ്ടും മേക്കപ്പിട്ട് വെളുപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിയിരിക്കുന്നു. അടിപൊളി ചിത്രങ്ങളുടെ രസക്കൂട്ടും ഞങ്ങൾ വേണ്ടെന്നു വെച്ചു. ഒട്ടനവധി പോരായ്മകളുള്ള മാറ്റം എന്ന ഈ ഹ്രസ്വചിത്രത്തിൻ്റെ ഏറ്റവും മുഖ്യമായ പ്രശ്നം അത് ഷൂട്ട് ചെയ്ത ചില ഭാഗങ്ങളുടെ ഒറിജിനൽ DV കാസറ്റ് സൂക്ഷിച്ചു വെക്കുന്നതിലുള്ള പിഴവ് കാരണമുണ്ടായ ജനറേഷൻ ലോസ് ആണ്. പല രംഗങ്ങളുടെയും മിഴിവ് കുറയാൻ അതിടയാക്കി. ഞങ്ങൾ ഉപയോഗിച്ച ഹാൻഡി ക്യാമറാമാനായ വിദ്യാർത്ഥിയുടേതാണ്. അതിൻ്റെ ക്വാളിറ്റിയും അത് കൈകാര്യം ചെയ്ത പ്രസ്തുത വിദ്യാർത്ഥിയുടെ പരിചയക്കുറവും ഇതിൽ അഭിനയിച്ച അധ്യാപകരും അനധ്യാപകരും ആരും തന്നെ പ്രൊഫഷണൽസ് അല്ല എന്നതും ചിത്രത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടായിരിക്കാം. ക്ലാസ് സമയം മിനക്കെടുത്താതെയും വിദ്യാർത്ഥികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താതെയും നിലവിലുള്ള സമയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ സാധ്യമാണ് എന്ന് തെളിയിക്കുക എന്നതുകൂടി ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു. അതിനാൽ എത്ര നിസ്സാരമായാലും ശരി, ഒരു കൂട്ടായ്മയുടെ സൃഷ്ടി എന്ന നിലയ്ക്കാണ് മാറ്റം എന്ന ഈ ഹ്രസ്വചിത്രം അഭിമാനപൂർവ്വം ഞങ്ങൾ നിങ്ങളുടെ കാഴ്ചയ്ക്കായി സമർപ്പിക്കുന്നത്.